നമ്മുടെ അഡ്വക്കേറ്റ് ആർ രാജീവ് കുമാർ പത്തനംതിട്ടയിലെ പ്രഗത്ഭനായ അഭിഭാഷകനാണ്. അദ്ദേഹത്തിനോട് ഈ ഇലക്ഷൻ റിസൾട്ടിനെ പറ്റി ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാം. ഈ അങ്ങയുടെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഇപ്പം ഈ UDF ജയിച്ചതിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? UDF ജയിച്ചതിനെ പറ്റി അഭിപ്രായം പൊതുവെ ജനങ്ങളുടെ ഒരു മാറ്റം, അത് മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു, നല്ലതാണ്. പക്ഷെങ്കിൽ ഇനിയുള്ള ഒരു 5 വർഷക്കാലം എന്താ ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. ഇവന്മാർ എന്തോ ചെയ്യുമെന്നുള്ളത് അതൊരു ചോദ്യമാണ്. ഇവന്മാർ എന്തോ ചെയ്യുന്ന അവന്മാർക്ക് തന്നെ അറിയത്തില്ല. അവന്മാർക്ക് തന്നെ ഇപ്പം കസേര മാറ്റി ബെഞ്ചിടണോ, ഇനി പിന്നെ സോഫ സെറ്റ് പണിയണമെന്നുള്ളത് അത് ക്വാറന്റൈനിലിരിക്കണം. അല്ല, ക്വാറന്റൈനാകുമ്പോൾ ഒരാൾക്കല്ല ഇരിക്കാൻ പറ്റും. ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് എത്ര പേരുണ്ടാകുന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഒരാൾക്കാണെങ്കിൽ ക്വാറന്റൈൻ ആയാലും മതി. ഇപ്പൊ അത് പറ്റില്ല. അപ്പൊ അത് മാറ്റിയിട്ട് മിക്കവാറും ആറന്മുള എന്നൊരു പള്ളിയോളം ചുണ്ടൻ വെള്ളം കൊണ്ടുവന്ന് അതിന്റെ നീളത്തിൽ ഒരു ബെഞ്ച് പെടുത്താലേ ഇരുത്താൻ പറ്റുള്ളൂ. അത്രയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട്. പിന്നെ തുടർച്ചയായിട്ട് ഇനിയിപ്പം വിദ്യാഭ്യാസം എന്തായാലും മുസ്ലിം ലീഗിനായിരിക്കും. അപ്പൊ മെജോറിറ്റി എല്ലാ സാധനം മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കും, പൊതുപരാമത്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൊടുക്കും. പിന്നെ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലെല്ലാം ഇനിയിപ്പം വെള്ള കാക്കി കാണാൻ ഇനിയും പ്രയാസമായിരിക്കും. കതറായിരിക്കും പോലീസ് സ്റ്റേഷൻ മൊത്തം. പോലീസുകാരെ മാത്രമേ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റൂ, ബാക്കി ആരെയും തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ വരും. പിന്നെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്തയാണ്. തിരുവനന്തപുരത്ത് വേണമെങ്കിലും എറണാകുളത്ത് വേണമെങ്കിലും ഫ്രീ ടിക്കറ്റ് പോവാം. SRTC യാത്ര ഫ്രീ ആണെന്നാ പറഞ്ഞു. ഇനി എത്ര നാൾ കൊടുക്കും എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. കാറെ പോകാൻ അത് പുത്തൻ കാറായിരിക്കണം. അല്ല, അതല്ല, അതുകൊണ്ട് കാറെ പോകുന്നതിന് ഫ്രീ ഇല്ല. ഇപ്പം KSRTC ഫ്രീ എന്ന് പറഞ്ഞു. എന്തായാലും ഗണേശൻ മൂലയ്ക്ക് മാറി. അത് മാറേണ്ട, അത് മാറ്റം പ്രകൃതി നിയമമാണ്. അല്ല, മാറ്റം പ്രകൃതി നിയമമാണ്. അത് ഭഗവാൻ പണ്ടേ പറഞ്ഞു. അതെ, മാറ്റം പ്രകൃതി നിയമമാണ് പണ്ടേ ഭഗവാൻ പറഞ്ഞു. അതാണ് ഇപ്പം സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം, ഒരു വാക്ക് സത്യമായിട്ട് വന്നു. നികൃഷ്ട ജീവി, കടക്ക് പുറത്ത്, വീട്ടിൽ പോയി ചോദ്യര്, ഇതൊക്കെയൊക്കെയുള്ള ഒരു വാക്കുകൾ ചിലർക്കൊക്കെ അർത്ഥവത്തായിട്ട് വന്നു എന്നുള്ളത്. പിന്നെ ചിലർ പറഞ്ഞു പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞു. പോറ്റിയെ കയറ്റിയാലും പൂണൂലിനെ കയറ്റിയാലും കയറേണ്ടവൻ സമയമായപ്പോൾ കയറി എന്നുള്ളതാണ് സത്യം. എന്തായാലും NDAക്ക് 3 സീറ്റ് കിട്ടി. അടുത്ത പ്രാവശ്യം നമ്മൾ പ്രതിപക്ഷമാകുമെന്ന് ഞാൻ 2036 നമ്മൾ കേരളം ഭരിക്കും എന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കുറെ എന്താ പറയുക, പിന്നിൽ നിന്ന് പുറകിൽ നിന്ന് കുത്തുവാന്നുള്ളൊരു ചില ഈനാമ്പച്ചികളുണ്ട്. അതുകൊണ്ട് ഈ പുറകിൽ ഈനാമ്പച്ചികളും മരപ്പട്ടികളും പോയാൽ അതെ, കേരളത്തിൽ BJP വളരണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ നേതൃത്വം ആദ്യം ശക്തമാണ്. കേരളത്തിന്റെ നേതൃത്വം ശക്തമല്ല. ഓരോ വാർഡിലും ചെന്നെത്തുന്ന നേതാക്കൾ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇപ്പൊ കിട്ടിയേക്കുന്ന ഒരു സീറ്റ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സീറ്റായി ചാത്തന്നൂർ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? തുടർച്ചയായിട്ട് പരാജയപ്പെട്ട് പോയിട്ടും അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കി, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി, ജനങ്ങൾക്ക് ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അവർ ജയിപ്പിച്ചു. ഞാനൊരു കാര്യം കൂടി ചോദിച്ചു, പിണറായി വിജയൻ ഇനിയും 50-കാരന് അകമ്പടിയോടുകൂടി പോകാൻ പറ്റുമോ? അദ്ദേഹം ഇനി കേരളത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയം. അല്ല, ഞാൻ അതുകൊണ്ട് കേരളത്തിൽ ഇനി 50-കാരന് അകമ്പടിയും പോലീസും പറ്റുമോ? അല്ല, അത് പറ്റില്ലല്ലോ. ഇനിയിപ്പം ഈ കയ്യാലപ്പുറത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ താഴെ വീണല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അമേരിക്ക പോകും. അദ്ദേഹം സുഖവാസ കേന്ദ്രത്തിലേക്ക് പോകും. തീർച്ചയായിട്ടും അദ്ദേഹം. ശരി, അങ്ങ് പറഞ്ഞതിനെല്ലാം നന്ദി, നമസ്കാരം. ഓക്കെ.